ബാബു ചേട്ടാ നമസ്കാരം. നമസ്കാരം. മലപ്പുറത്തുനിന്ന് വരുന്നു. മലപ്പുറം അരീക്കോട്. ശരി, എന്നാ ചെയ്യുവാ? ഞാൻ ഒരു കാർപ്പന്റർ ആണ്. അതിന്റെ കൂട്ടത്തിൽ മിമിക്രിയും ചെയ്തു പോകുന്നു. എന്നെ ചെയ്യാൻ പോകുന്നേ? എല്ലാവരും സിനിമാ താരങ്ങൾ വെച്ച് താരവിളയാട്ടം നടത്തി. ഞാൻ നമ്മളെ പ്രകൃതിയിലെ കുറച്ച് താരങ്ങളുണ്ട്, അപ്പൊ അവർ വെച്ചിട്ടൊരു താരവിളയാട്ടം. അത് വെറൈറ്റി. അപ്പൊ ഞാൻ ചെയ്യുന്ന സാധാ നമ്മളെ ഇത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടാണ്. ഇതെന്ത് സാധനം? ഇത് ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കിയതാണ്. ഓ ഓക്കെ ചേട്ടാ. അപ്പൊ ഈ ചെയ്യാൻ പോകുന്ന ഓരോന്ന് പറയുന്നുണ്ടോ അതോ ഒറ്റടിക്ക് ചെയ്തു പോവാണോ? പറഞ്ഞിട്ട് ചെയ്യാം. ഓക്കെ ശരി. ഞങ്ങളുടെ നാട്ടിൽ കൊക്രുകുണ്ടൻ എന്നൊരു പക്ഷി. എന്താ കൊക്രുകുണ്ടൻ? പല നാട്ടിലും പല പേരാണത്. അപ്പൊ ഇത് രണ്ട് പക്ഷികൾ ഒരുമിച്ച് പാറി വരാം. ഇത് രണ്ട് മരച്ചില്ലയിൽ ഒന്നൊരു ശബ്ദം ഉണ്ടാക്കിയാല് അതിന് ബദലായിട്ട് വേറെ ശബ്ദം ഉണ്ടാക്കും. മറ്റത് ആ ഒരു ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. ഇത് കഴിഞ്ഞ രാത്രി കാലങ്ങളിൽ മാത്രം കരയുന്ന പക്ഷിയുണ്ട്, അതിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ പരുന്തൊരു കോഴി കുഞ്ഞിനെ കണ്ട മേലെ നിന്ന് വേറെ ശബ്ദം ഉണ്ടാക്കും. നമ്മളെ പഴയ ലാൻഡ് ഫോണിന്റെ ശബ്ദം. ഇനി അണ്ണാരക്കണ്ട ശബ്ദം. ഇത്ര ശബ്ദങ്ങളാണ് ഇതിലില്ലേ. അയ്യോ ഇനി വേണം. ഈ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാ? ഇതിങ്ങനെ നമ്മൾ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളല്ലേ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആ പറഞ്ഞത് പോയിന്റ് ആണ്. ചെറിയൊരു പരീക്ഷണം. പക്ഷെ പരീക്ഷണം അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ഇനി ഫ്ലൂട്ട് ഇല്ലാണ്ടാണോ നമ്മള്? ഫ്ലൂട്ട് ഇല്ലാണ്ട് കുറച്ച് താരങ്ങളുടെ ശബ്ദം, താരങ്ങളുടെ സൗണ്ട്. ഒരു കാലത്ത് പട്ടി ഓടിച്ചിട്ട് ഓരോ അനുഭവമാണ് ഇവിടെ പറയാൻ പോണത്. അപ്പൊ ആദ്യം നമ്മുടെ മാമുക്കോയ വാസന രാത്രി പുറത്തിറങ്ങരുത്, തെരുവട്ടിയുടെ നല്ല ശല്യമുണ്ട്. അതുകൊണ്ട് പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മളെ പ്രധാനമന്ത്രി 5-8 ചീറ്റപ്പുല്ല് ഇറങ്ങിയാണ്. വരിയായിക്ക് റോട്ടിൽ കുത്തിരിക്കാതെ വീട്ടിൽ കുത്തുന്നത് കടി കൊണ്ട് ചാവും പോലാലെ. ഓട്ടോനെ അസ്സലാമലൈക്കും. ഈ ജനാർദ്ദൻ ചേട്ടൻ ഒരു മൃഗഡോക്ടറാണെങ്കിൽ ഒരു പട്ടിയോട് ചോദിച്ചാൽ എങ്ങനെ? ഓ എന്താണ് അതിന്റെ പേര്? ഡോബർമാനോ? നീ ഡോബർമാൻ അല്ലടാ, പേപ്പട്ടിയാടാ പേപ്പട്ടി. എന്റെ കർത്താവേ. അടിപൊളി. ഓക്കെ അടുത്ത തിലകൻ ചേട്ടൻ. ഞാൻ ബസ്സെന്ന് വലഞ്ഞു വന്നപ്പോ എന്നെ വയറ് നിറച്ച് കടിച്ചവളോ ആ പട്ടി. ആ പട്ടിയുടെ മനസ്സുണ്ടല്ലോ, നിനക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കടി ആ പട്ടിയാ. പിന്നെ നമ്മളെ ലാൽ ജോസ് സാറ്. നമസ്കാരം. ഞാനൊന്ന് സിനിമയും കണ്ട് വീട്ടിലേക്ക് പോരുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ പട്ടി ഓടിക്കുന്നത്. അതോടുകൂടി ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് മാറ്റി. അന്ന് ഞാൻ മുണ്ടും ഷർട്ടും ആയിരുന്നു, ഇന്ന് ഞാൻ പാൻറ്റും ഷർട്ടും ആക്കി. നന്ദി, നമസ്കാരം. ഇനി എൻ്റെ ഫർഗീസ് ചേട്ടൻ. എടോ അരിപംശിലാൽ പന്നാലാൽ, ഇത് തൻ്റെ കോയമ്പത്തൂരിലെ ചെത്തലപ്പട്ടിയല്ല, ഇതാ കൊച്ചിയിലുള്ള ഡോബർമാനാ. കടിച്ചു കീറും, വെച്ച് ചീന്തും. പോട്ടേടോ. കഴിഞ്ഞോ? എല്ലാം പെട്ടെന്ന് തീർന്നു പോകാണല്ലോ. അതും അടിപൊളിയായിരുന്നു കേട്ടോ. സാധാരണ കേൾക്കുന്ന സിനിമ ഡയലോഗ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്തൊരു ഐറ്റം. അപ്പൊ ഇത്രയും കഴിഞ്ഞിങ്ങനെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ സാധനം തരട്ടെയോ? താര തിരുമറി കേട്ടോ. ഒരു ഡയലോഗ് നമ്മൾ കേൾപ്പിക്കും, അത് വേറൊരു സൗണ്ടിൽ നമ്മൾ എടുക്കാൻ പറയും കേട്ടോ. നമുക്ക് കേട്ട് നോക്കാം ആരുടെ ഡയലോഗാന്നുള്ളത്. ഡയലോഗ്. തമ്പുരാനെന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവ്. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറും എല്ലാം ചെലവാകും. അപ്പൊ നമ്പറൊക്കെ ചെലവാവോ ഇല്ലെന്നുള്ളത് നമുക്കെന്നറിയാം. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് NN പിള്ള സാറിന്റെ വോയിസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയാണോ പറയണത്? ഏടോടെ പുള്ളിയപ്പൻ്റെ പേരിലൊരു പറയടാ. അതാൻ്റെ കളരീൻ്റെ വീട്ടിലെല്ലാം നടക്കും, അതൊക്കെ കാട്ടില്. പക്ഷേ ഇതാള് പറയാ, ആളി ഒരുപാട് കണ്ടവനാണ്. അങ്ങോട്ടേടോ, കയറി വാടാ മക്കളെ, കയറി വാ.
സൂപ്പർ, നല്ലൊരു ട്രൈ തന്നെയായിരുന്നു, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, നന്നായിട്ട് ചെയ്തു. ഇനി കുറച്ച് സീരിയസ്നെസ്സും വിടുവാണെങ്കിൽ. സീരിയസ് അല്ലേ? നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ടാണ് തോന്നിച്ചത് കേട്ടോ. ആണ്, ശരി. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. ഇക്ക, ഗോപു അവിടെ ഏത് പ്രൊഫഷണൽ ട്രൂപ്പിലാണ് ചെയ്യുന്നത്? നാട്ടിൻപുറത്തില്ല മാട്ടക്കളി. മാട്ടക്കളി നമ്മുടെ പ്രേമനൊക്കെ ആയിട്ടുള്ള പ്രേമൻ, നിങ്ങളുടെ അരീക്കോട് പുള്ളി നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് ചെയ്തില്ല. ഇല്ല, മൂപ്പരെ വീടിന്റെ പെയിന്റ് അടിച്ചു. അന്ന് ഈ പറയുന്ന മിമിക്രി എങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ വീട് പെയിന്റ് അടിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ മരപ്പണി ചെയ്യുമ്പോഴൊക്കെ മിമിക്രി കൂട്ടുകാരെ ചെയ്ത് കേൾപ്പിച്ചിട്ടാണോ അവർ പറഞ്ഞിട്ടാണോ? എൻ്റെ കൂട്ടുകാരധികം ആൾക്കാരും മിമിക്രിക്കാർ തന്നെയാണ്. പ്രൊഫഷണലായിട്ടില്ലെങ്കിലും എല്ലാവരും മിമിക്രിക്കാരാണ്. അപ്പോൾ എല്ലാവരും കൂടിയും നിങ്ങളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും. പിന്നെ വല്ലഭന് ഫ്ലൂട്ടും ആയുധം എന്ന് തെളിയിച്ച ആളാണ്. ചെറിയൊരു കഷ്ണം, ഫ്ലൂട്ടിൻ്റെ കഷ്ണം വെച്ചിട്ട് എത്രയോ അല്ലേ പക്ഷികളുടെ ശബ്ദം ഒബ്സർവ് ചെയ്ത്. അതെനിക്ക് തോന്നുന്നത് ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ ഒരു ഗുണമാണ്. വലിയ നിങ്ങളുടെ എല്ലാ മിമിക്രി കലാകാരന്മാരോടൊന്നും ഞങ്ങളുടെ അന്വേഷണം പറയട്ടെ. ഓക്കെ, എല്ലാവരും ഇവിടെ ഒന്ന് പെർഫോം ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ. ഈ അവസരത്തിൽ എല്ലാവരും കൊണ്ടുവരാം. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. പക്രു ചേട്ടാ. ഗോപു, ഗംഭീരായി, നല്ല രസമുണ്ടായിരുന്നു. ഈ ഫ്ലൂട്ടിന്റെ ഒരു പീസ് വെച്ച് ചെയ്തില്ലേ, അതെങ്ങനെ അതിലേക്ക് വരാനുള്ള കാരണം ഇത് വായിക്കുവോ? പാട്ടൊക്കെ വായിക്കുന്ന ആളാണ്? ഇത് വെറുതെ ഇതെടുത്തിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്? പരീക്ഷണം നടത്തിയില്ല, അങ്ങനെ കണ്ടപ്പോൾ ചെയ്താ. ഒരു ശാസ്ത്രജ്ഞനും കൂടിയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ അനുകരിച്ചതൊക്കെ തന്നെ വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇതൊരു തുടക്കമായിരിക്കും മിക്കവാറും ഗോപുവിൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകും. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല ഷോകളും അതുപോലെ നല്ല കാര്യങ്ങളും ചെയ്യാൻ ഉള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു സ്റ്റേജ് തരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തതെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അതിനെ ഒന്ന് തേച്ച് മിനുക്കി ഒന്നുകൂടെ ഒന്ന് ഗംഭീരമാക്കി വരുമ്പോൾ വീണ്ടും ഇനിയും വരാനുള്ള ആ ഒരു ആഗ്രഹം നമ്മളിലേക്ക് വരും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി രത്ന ചേച്ചിയോട് ചോദിക്കാം. യെസ് ഗോപു, നമസ്കാരം. ഗംഭീരായിരുന്നു കേട്ടോ, അസലായിരുന്നു. എപ്പോഴാ ഈ പ്രാക്ടീസ് ചെയ്യണത്? ഏത് സമയത്ത്? ഒഴിവില്ല സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യും. അതോ ജോലി ചെയ്യുമ്പോ അതിന്റെ കൂടെ ചെയ്യോ? ജോലി ചെയ്യുമ്പോൾ ചെയ്യോ? ജോലി അച്ഛൻ്റെ തന്നെയാണ് വർക്ക്. അപ്പൊ അതിൻ്റെ ഇടയിൽ ചെയ്ത അടിയിട്ടു. ഗോപു, ഞാൻ പറയട്ടെ, ഗോപുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നിങ്ങളുടെ നിഷ്കളങ്കതയാണ്. നിങ്ങളൊരു ഭാവാണ്. അതുപോലെ തന്നെ അത്രയും ടാലന്റഡും ആണ്. ഇതിനി ഇനി മിനുക്കി നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് ഇനിയും കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു കാര്യം പറഞ്ഞോളൂ. ഞങ്ങളെ നാട്ടിൽ 2 ക്ലബ് ഉണ്ട്. ഒരാണ് എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് പോകാൻ ചില്ലറ തരില്ലേ. 2 ക്ലബിന്റെ പേര് പറയണ്ട, ഒരു ഹായ് പറഞ്ഞാൽ മതി. 2 ക്ലബിന്റെ പേര് പറഞ്ഞ പേര് ആദ്യം ആരെ പേരാ പറഞ്ഞത്, പിന്നെ ലാസ്റ്റ് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. പേര് പറയണ്ട. ശരി. അപ്പൊ എന്തായാലും ഗോപു ചേട്ടനെ സഹായിക്കുന്ന മലപ്പുറത്തുള്ള ഈ 2 ക്ലബുകൾക്കും ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ മാസ്റ്റേഴ്സിന്റെ വക അന്വേഷണം എല്ലാവർക്കും അന്വേഷണം പറഞ്ഞ ക്ലബില്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഇതുപോലെ തന്നെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവട്ടെ അല്ലേ?